എല്ലാവർക്കും ആവശ്യമുള്ളതും എന്നാൽ അധികം ആരും തുറന്ന് സംസാരിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം പറയാം. അതാണ് ഗ്രോത്ത്. നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം അത് തുടക്കത്തിൽ ഭയങ്കര ഒരു മെസ്സി അഗ്ലി ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർഗാനിസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഗ്രോത്ത് അങ്ങനെയാണ് വരിക. അപ്പോൾ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ക്ലയൻസ് എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് വരും. പക്ഷേ ആ ജേണി അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പാനിക് ആവാറുണ്ട്. അപ്പോൾ ആ ജേണി എന്തായാലും പെയിൻഫുൾ ആയിരിക്കും. ആ പെയിൻഫുൾ ആയിട്ടുള്ള ജേണി പെയിൻ വരുന്നത് അവർ ഫെയിലാണെന്നല്ല വിചാരിക്കേണ്ടത്, ഒരു ഗ്രോ ചെയ്യാണ്. അത് ആ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ഓൾഡ് ഐഡൻറ്റിറ്റി മരിച്ചിട്ട് വേണം പുതിയ ഐഡൻറ്റിറ്റിയിലോട്ട് അവർ ജനിക്കണം. അപ്പോൾ അത് കുറച്ച് ആ ട്രാൻസ്ഫോർമേഷൻ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെസ്സി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്, അതിലൂടെ പുഷ് ചെയ്യുക. അപ്പുറത്ത് നിങ്ങൾ വളരെ നല്ല വൈസായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് വരും. ആക്ച്വലി ഗ്രോത്ത് വിൽ ബ്രേക്ക് യു ബിഫോർ ഇറ്റ് ബിൽഡ്സ് യു. അതായത് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പെയിനായി വരുമ്പോൾ നമ്മൾ നിർത്തി പോകരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പുഷ് ചെയ്യുക.